الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാമ സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന സീറയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനോട് തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൻ്റെ ആരംഭത്തിൽ തുടക്കത്തിൽ ഒരു ആയത്തിൽ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറയുന്ന ഒരൊറ്റ ആയത്തിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ആ സംഭവത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇസ്രായിനെ കുറിച്ചാണ്. മിഅ്റാജിനെ കുറിച്ച് സഹീഹായ ഹദീസുകളിൽ കൂടെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ വന്നിരിക്കുന്നത്. മിഅ്റാജിനെ കുറിച്ച് സഹീഹായ ഹദീസുകളിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൂറത്തുൽ ഇസ്രായിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ആ സംഭവങ്ങൾ അവിടെ ചെറിയൊരു വിശദീകരണം അദ്ദേഹം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ ആയത്തിൽ കൂടെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറയുന്ന ആയത്തിൽ കൂടെ ഇസ്രായിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാതെ, ആ സംഭവത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആ സൂറത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ ബനു ഇസ്രായേലിനെ കുറിച്ചാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് കിതാബ് കൊടുത്തു. ബനു ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വം കൊടുത്തു. ലോകത്തിൻ്റെ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ അവരിലേക്ക് നിരന്തരം വരികയും അല്ലാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളുമുള്ള ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇൻജീൽ പോലത്തത് അവർക്ക് നൽകുകയും അവരുടെ പരമ്പരയിൽ മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുവൻ ഭരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ മകനായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവർക്ക് അധികാരം കൊടുക്കുകയും ദുനിയാവിലുള്ള മനുഷ്യരുടെ നേതൃത്വം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക ചെയ്തത്. അങ്ങനെ പിന്നീട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലും ദുനിയാവിലും അവർക്ക് കൊടുത്ത നേതൃത്വങ്ങൾ, നിഅമത്തുകൾ കയ്യും കണക്കുമില്ലാത്ത മനുഷ്യ സമൂഹത്തിന് മുഴുവനും എന്ന് മാത്രമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവികളെ, പക്ഷികളെയും ജീവികളെയും ജിന്ന് ഷയാത്തീനിൻ്റെ പേരിലുള്ള അധികാരം മുഴുവൻ നൽകിയിരുന്നു. ജിന്ന് പിശാചുകളുടെ മേലുള്ള ആധിപത്യങ്ങൾ മുഴുവൻ നൽകിയിരുന്നു. ഇന്നും ഈ പറയുന്ന സയണിസ്റ്റുകൾ, ഈ ജൂതന്മാർ, ഈ ദുഷ്ടരായ ആളുകൾ, അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയരായ, അള്ളാഹു ദീനിലും ദുനിയാവിലുമുള്ള നിയമത്തുകളും അനുഗ്രഹങ്ങളും നൽകിയിട്ട് അതിന് നന്ദികേട് കാണിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ നാവുകളിൽ കൂടെ ശാപത്തിന് വിധേയരായ ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ബനി മറിയം എന്ന ആ ദുഷ്ടരായ സത്യനിഷേധികളായ അവരിൽ നിന്ന് മുഅ്മിനീങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ബഹുഭൂരിഭാഗം വകസീറും മിൻഹും ഫാസിഖൂൻ എന്നാണ് അള്ളാഹു പറയുന്നത്. ബനു ഇസ്രായേൽപ്പെട്ട ബഹുഭൂരിഭാഗവും തമ്മാടികളായി. പ്രവാചകന്മാരുടെ കാലശേഷം ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ, അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ദുർവ്യാഖ്യാനം നടത്തി, കൈക്കടത്തലുകൾ നടത്തി, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൽ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് കള്ളത്തരങ്ങൾ ജനങ്ങളുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് നിയമങ്ങളാക്കി അവരുള്ള പണ്ഡിതന്മാരും അവരുടെ നേതൃത്വത്തിലുള്ള അധികാരമുള്ള രാജാക്കന്മാരും അധികാരമുള്ളവരും ഈ പറയുന്ന ദുഷ്ടത ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരെ ശപിച്ചു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പരസ്യമായിട്ട് ശപിച്ചിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പരസ്യമായിട്ട് അവരെ ശപിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരുടെ ശാപകോപത്തിന് അവർ വിധേയമായിട്ടുണ്ട്. അവർ ചെയ്തിരുന്ന ഏറ്റവും വലിയ തെറ്റുകൾ പലതുമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ആരോപിച്ചിരുന്നു. അതേപോലെ തന്നെ ധാരാളം പ്രവാചകന്മാരെ അവർ കൊല നടത്തിയിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകളെ, മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ കണക്കിലധികം പീഡിപ്പിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു. ഇങ്ങനത്തെ ഈ ദുഷ്ടത ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും നേതൃത്വം തിരിച്ചു വാങ്ങുക ചെയ്തത്. അധകൃതരായി, ഒന്നിനും കൊള്ളാത്ത നിന്ദരും നീചരുമായി അല്ലാഹു അവരെ മാറ്റുകയാണ് ചെയ്തത്. ആ സംഭവങ്ങളാണ് സൂറത്തുൽ ഇസ്രായിൽ തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്. അവർ അല്ലാഹു നൽകിയ നിഅമത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ ദീനിലും ദുന്യാവിലുമുള്ള നേതൃത്വം അവരിൽ തിരിച്ചു വാങ്ങിയിട്ട് അത് പിന്നെ മറ്റൊരു സമൂഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
മറ്റൊരു സമൂഹത്തിന് അള്ളാഹു കൊടുക്കുകയാണ്. ആ സമൂഹം ആരാണ് എന്ന് ചോദിച്ചാൽ ആ ബനൂ ഇസ്രായേലും മറ്റുള്ള ആളുകൾ മുഴുവനും ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറഞ്ഞിരുന്ന അറേബ്യൻ ഖുറൈശികളടക്കമുള്ള ഈ തലമുറക്ക് കൊടുക്കുക ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലും നബിയുമായി അയച്ച മക്കക്കാരായ, അതേപോലെ തന്നെ ആ പ്രവാചകനോട് പിൻപറ്റിയ മറ്റുള്ള അറബികൾക്ക് ഒന്നിനും കൊള്ളാത്തവർ, എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന രാജ്യം പോലും 10 പൈസക്കില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത, ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിന് അനുകൂലമായ വിഭവങ്ങളില്ലാത്ത, ഒന്നിനും പറ്റാത്ത, എന്നും അക്രമങ്ങളും എന്നും കൊലയും ഒത്തൊരുമയില്ലാത്ത ഈ അറബികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ദീനിന്റെ നേതൃത്വമാണ് ആദ്യം കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തോടു കൂടിയാണ് ആ നേതൃത്വം അള്ളാഹു ബനൂ ഇസ്രായേൽ തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ മക്കയിൽ എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ 2 കേന്ദ്രങ്ങൾ, ഒന്ന് മക്ക, മറ്റൊന്ന് ഷാം. ഈ രണ്ടും ബനൂ ഇസ്രായേലിൽ നിന്ന് ജൂതനസാറാക്കളിൽ നിന്ന് അള്ളാഹു തിരിച്ചു വാങ്ങിയിട്ട് മറ്റൊരു വിഭാഗം ആളുകളെ അള്ളാഹു ദീനിലും ദുന്യാവിലും നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കുകയാണ് എന്നുള്ളതിലേക്കുള്ള വ്യക്തമായൊരു സൂചന ഈ ഇസ്രാ മിഅ്റാജിൽ കൂടെ ഉണ്ട്. വ്യക്തമായൊരു സൂചന. കാരണം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് പോകുകയാണ്, മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ ചെന്നതിൻ്റെ ശേഷം ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും അവിടെ ഒരുമിച്ച് കൂടുകയും അവർക്ക് ഇമാമായി, നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ചെയ്യാണ്. അവരുടെ ഈ ലോകത്ത് കൊണ്ടുവന്ന ദൗത്യം ഈ പ്രവാചകൻ ഏറ്റെടുത്തു. ഈ പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ച് വന്ന ആളുകൾക്കാണ് അള്ളാഹു പിന്നീട് ദീനിലും ദുന്യാവിലുമുള്ള നേതൃത്വം കൊടുക്കുന്നത്. ഈ ബനൂ ഇസ്രായേൽ, ഈ ജൂതനസാറാക്കൾ കൈയടക്കി വെച്ചിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അവരിൽ നിന്ന് വാങ്ങുകയും അവർ ഒന്നിനും കൊള്ളാത്തവരായി, നീചരായി ഈ ലോകത്ത് അധപ്പതിക്കുകയും ചെയ്തു എന്നുള്ള സംഭവങ്ങൾ സൂറത്തുൽ ഇസ്രായേൽ കൂടെ അള്ളാഹു വിവരിക്കുന്നുണ്ട്. ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ആ ഭാഗമാണ് സൂറത്തുൽ ഇസ്രായേൽ എന്നുള്ള ആ ഒരു ചരിത്രം നമുക്ക് വിവരിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തുകൾ, ദീനിലും ദുന്യാവിലും നൽകുന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ നീതി കാരണം, അവൻ്റെ റഹ്മത്ത് കാരണം കുറച്ചൊക്കെ അവൻ കാത്തു നിൽക്കും. അള്ളാഹു ഹലീമാണ്, കണക്കിലധികം ക്ഷമിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന് നിമിഷ നേരം കൊണ്ട് അടിമകളായ നമ്മെ പിടികൂടാൻ കഴിയും, നമ്മുടെ തെറ്റുകാരനും വീഴ്ചകൾ കാരണം. പക്ഷേ അള്ളാഹു അതിയായ സഹനം, ക്ഷമ, ഹലീം എന്ന് പറഞ്ഞാൽ സബറിനിലേറെ മികച്ചു നിൽക്കുന്നതാണ് ഹിൽമ് എന്ന് പറയുന്നത്. പിടികൂടാനും ശിക്ഷിക്കാനും കഴിവുണ്ടെങ്കിൽ കൂടി കാത്തു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാത്തു നിൽക്കും. പക്ഷേ അടിമകൾ പിന്നെയും ധിക്കാരത്തിൽ കൂടെ, നന്ദികേടിൽ കൂടെ പോകുകയാണെങ്കിൽ അള്ളാഹു നൽകിയ നിഅമത്ത് തിരിച്ചു പിടിക്കും. അതിനർഹരായ ആളുകൾക്ക് അത് അള്ളാഹു വിതരണം ചെയ്യും എന്നുള്ളത്. ഷെയ്ഖ് പറയുന്നത്, യറൽ ഖാരിഉ ഫീ സൂറത്തിൽ ഇസ്രാഇ അന്നല്ലാഹ ദക്കറ ഖിസ്സത്തൽ ഇസ്രാഇ ഫീ ആയത്തിൻ വാഹിദത്തിൻ ഫഖത്ത്. സൂറത്തുൽ ഇസ്രായിൽ കൂടെ ഇത്തരം സംഭവബഹുലമായ, അത്ഭുതാവഹമായ, അതിപ്രാധാന്യമുള്ള ഈ സംഭവം അള്ളാഹു ഒരൊറ്റായത്തിൽ കൂടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ശേഷം സുമ്മ അഖദ ഫീ ദിക്രി ഫളാഇഹിൽ യഹൂദി വ ജറാഇമിഹിം. പിന്നീട് സൂറത്തുൽ ഇസ്രായിൽ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, മൂസാ നബി എന്നുള്ള പ്രവാചകനെ നൽകി, അദ്ദേഹത്തിന് തൗറാത്ത് നൽകി, അള്ളാഹു അവൻ്റെ ഈ ലോകത്തുള്ള ദീനിലും ദുന്യാവിലും ബഹുമാനങ്ങൾ, ആദരവുകൾ ഇവർക്ക് നൽകി. പക്ഷേ അതിനൊക്കെ നന്ദികേട് ഈ ജൂതന്മാർ കാണിച്ചു എന്നുള്ള അവരുടെ വഷളത്തരങ്ങളും അവരുടെ അക്രമങ്ങളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഈ സൂറത്തിൽ തുടർന്ന് പറയുന്നത്. സുമ്മ നബ്ബഹഹും, പിന്നീട് അള്ളാഹു അവരെ ഉണർത്തുകയാണ്. ജൂതന്മാരെ, ബനൂ ഇസ്രായേൽപ്പെട്ട ധിക്കാരികളെ, അവരെയാണ് ഏറ്റവും ആദ്യം ഉണർത്തുന്നത്. തുടർന്നു കൊണ്ട് നമുക്ക് പാഠമായി കൊണ്ടുള്ള അധ്യാപനങ്ങളാണ്. ബിഅന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. സൂറത്തുൽ ഇസ്രായേൽ ആയത്തുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. പരിശുദ്ധമായ ഖുർആൻ ആളുകൾക്ക് ദീനിലും ദുന്യാവിലും ശരിയായ വഴി കാട്ടി കൊടുക്കുന്നതാണ്. നേരായ മാർഗത്തിലേക്ക് ഇത് ചേർക്കും. അതിനോട് പിൻപറ്റാൻ തയ്യാറാവുകയാണെങ്കിൽ. ഫറുബ്ബമായ യളുന്നുൽ ഖാരി. അപ്പോൾ ഈ സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്യുന്ന ആൾക്ക് തോന്നിപ്പോകും, അന്നൽ ആയത്തേനി ലൈസ ബൈനഹുമാ ഇർത്തിബാത്ത്. ആദ്യത്തെ ആയത്തിൽ സൂറ ഇസ്രാ എന്ന ചരിത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ പിന്നെ അതുമായി പറയത്തക്ക നിലക്ക് നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത നിലക്ക് ജൂതന്മാരുടെ വൃത്തികേടുകളും അക്രമങ്ങളും അവരുടെ വഷളത്തരങ്ങളും അവരുടെ ധിക്കാരങ്ങളും അവരുടെ അധപ്പതനങ്ങളും അതിനെക്കുറിച്ച് പിന്നീടുള്ള ആയത്തിൽ അള്ളാഹു എന്താ ഇത് രണ്ടും തമ്മിലെ ബന്ധം? എന്താണ് ഈ സൂറത്തിൽ അള്ളാഹു ഇങ്ങനെ ചെയ്തത്? വൽ അംറു ലൈസ കദാലിക്. എന്നാൽ കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധവുമില്ലാത്ത പൂർണ്ണമായി ബന്ധമുള്ളതാണ്. ഫഇന്നല്ലാഹ തആല യുശീറു ബിഹാദൽ ഉസ്ലൂബ്. ഈ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് സൂചന നൽകുന്നത്, ഇലാ അന്നൽ ഇസ്രാ ഇന്നമാ വഖഅ ഇലാ ബൈത്തുൽ മഖ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കാണ് പോകുന്നത്.
ഈ പറയുന്ന ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന അവിടെ ആധിപത്യവും ദീനിനും ദുന്യാവും നേതൃത്വം കാര്യങ്ങളും മുഴുവുള്ളത് അവർക്കായിരുന്നു. ഇന്നും അത് അവരവകാശപ്പെടുന്നു. ദാവൂദ് നബിയുടെ അധികാരം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫലസ്തീനും ഈ കാര്യങ്ങളൊക്കെ യൂറോപ്യന്മാരും അമേരിക്കയുള്ളവരും മറ്റുള്ള ലോകത്തുള്ള ഈ ജൂത നസാറാക്കൾ മുഴുവനും അത് അവകാശപ്പെട്ടുകൊണ്ടാണ് ആ പണിയൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ. അപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് ഇസ്രാ നടന്നത്. ലിഅന്നൽ യഹൂദ സയുഅ്സലൂന അൻ മൻസിബി ഖിയാദത്തിൽ ഉമ്മത്തിൽ ഇൻസാനിയ, മനുഷ്യ സമൂഹത്തിന്റെ നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് ദീനിലും ദുന്യാവിലുമുള്ള അവിടെ നിന്ന് ഈ ജൂതന്മാരെ ഒഴിവാക്കപ്പെടും. അള്ളാഹുവിന്റെ സൂചനയാണത്. എന്തുകൊണ്ട്? ലിമർതകബു മിനൽ ജറാഇബില്ലതി ലം യബ്ഖ മഅഹ മജാലുൻ ലിബഖാഇഹിം ഫി ഹാദൽ മൻസിബ്. അള്ളാഹുവിന്റെ ഈ പറയുന്ന നിഅമത്തുകൾ, ദീനിലുള്ള നേതൃത്വം, ദുന്യാവിലുള്ള നേതൃത്വം, അതിലുള്ള അധികാരങ്ങൾ, സുഭിക്ഷതകൾ, അതിലുള്ള ആദരവുകൾ, ആ നിലക്ക് നിലനിന്ന് പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത നിലക്കുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും ഇവർ കാണിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ അതിശക്തമായ ആ ക്ഷമയെപ്പോലും അള്ളാഹുവിൻ്റെ ആ ക്ഷമ കെടുന്ന നിലക്ക്, അള്ളാഹുവിന് അവൻ്റെ ശിക്ഷയെ അവർ അനിവാര്യമാക്കുന്ന നിലക്കുള്ള അക്രമങ്ങൾ അവർ ചെയ്തു പോയി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നേതൃത്വം, അവരുടെ ആധിപത്യത്തിന് അത് തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ലോകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത്. കാരണം പ്രവാചകന്റെ ദഅവത്ത് ആരംഭിച്ചത് മക്കയിൽ. ആ പ്രവാചകനെ മസ്ജിദുൽ അഖ്സയിൽ ഷാമിലേക്ക് കൊണ്ടുപോയിട്ട്, ഇത് രണ്ടും ഇബ്രാഹിം നബിയുടെ ദഅവത്തിന്റെ കേന്ദ്ര പ്രദേശങ്ങളായിരുന്നു. ഷാമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. തൻ്റെ ഭാര്യയെയും മകനെയും മക്കയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയും അള്ളാഹുവിനൊരു ഭവനം പണി കഴിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഇബാദത്തോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദഅവത്തിനുള്ള വഴികളൊക്കെ അദ്ദേഹം എളുപ്പമാക്കിയിട്ടാണ് പിന്നെ ഷാമിലേക്ക് പോകുന്നത്. അപ്പോൾ സയംഖുലു ഹാദൽ മൻസിബ ഫിഅലൻ, സ്വാഭാവികമായിട്ടും പ്രാവർത്തികമായിട്ട് റസൂലിലേക്ക് ഈ സ്ഥാനം നീങ്ങാൻ പോവുകയാണ്. വയജ്മഉ ലഹു മർകസൈ ദഅവത്തിൽ ഇബ്രാഹിമിയ്യത്തി കിലൈഹിമാ, ഇബ്രാഹിം നബിയുടെ അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ രണ്ട് കേന്ദ്രങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഫഖദ് ആന അവാനുൻ തിഖാലിൽ ഖിയാദത്തിർ റൂഹിയ്യത്തി ഇലാ മിൻ ഉമ്മത്തിൻ ഇലാ ഉമ്മ, അള്ളാഹുവിന്റെ ഈ ദീനിയായ, പ്രത്യേകിച്ച് ദീനിന്റെ നേതൃത്വം അത് കൃത്യമായ ആളുകൾ ചെയ്യുമ്പോഴാണ് ദുന്യാവിന്റെ നേതൃത്വം അള്ളാഹു അവരെ കയ്യിലേൽപ്പിക്കാന്നുള്ളത്. ദീനിന്റെ നേതൃത്വം അത് കൃത്യമായ ആളുകൾ തയ്യാറായി കൃത്യമായി ഒരു വീട്ടുകാരത് ഭംഗിയായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ദുന്യാവിന്റെ നേതൃത്വങ്ങൾ, ദുന്യാവിന്റെ സുഭിക്ഷതകൾ, ഖൈറാത്തുകൾ, ബറക്കാത്തുകൾ ആ വീട്ടിൽ അള്ളാഹുത്തിൽ കൊണ്ടുവന്നിട്ട് വരും. ഇന്ന് ആധുനികമായ ലോകത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ സൗദി എന്ന് പറയുന്ന ഈ ഭരണകൂടം, സൗദി ഭരണകൂടം എന്ന് പറയുന്നത് ഈ പറയുന്ന മിസ്റിന്റെ മാതിരിയോ തുർക്കിന്റെ മാതിരിയോ അതല്ലെങ്കിൽ ഇറാഖിന്റെ മാതിരിയോ ഷാമിന്റെ മാതിരിയോ ലോകത്തറിയപ്പെട്ട ഒരു രാജ്യമോ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ അല്ലായിരുന്നു ജസീറത്തുൽ അറബ്. ഹജ്ജിന്റെ സമയത്ത് അത് കൈകാര്യം ചെയ്യുന്ന തുർക്കികളായിരുന്നു, പിന്നെ യമനികളായിരുന്നു, മിസ്രികളായിരുന്നു. ഈ പറയുന്ന ഇന്ന് ദാരിദ്ര്യം കൊണ്ട് പല നിലക്കും പരീക്ഷിക്കപ്പെടുന്ന സുഡാനിലുള്ള കൃത്യമായി പറഞ്ഞ ദാർഫോർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പഴങ്ങളും വിഭവങ്ങളും ഹജ്ജിന്റെ സമയത്ത് മക്കയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ നിന്നിട്ട് അബ്ദുൽ അസീസ് രാജാവ് മക്ക പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 1-2 കപ്പലുള്ള ഭക്ഷ്യസാധനങ്ങൾ ഡൽഹിയിൽ നിന്നിട്ടാണ് ഇവിടുത്തെ അഹ്ലുൽ ഹദീസിന്റെ ആളുകൾ കയറ്റി അയച്ചത് സൗദിയിലേക്ക്. സാമ്പത്തികമായിട്ട് ഇതുപോലെ പരാധീനതയുണ്ടായിരുന്നു. പക്ഷെ അവർ ദീനിന്റെ കാര്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടം മുതൽ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി അത് നടപ്പാക്കാനും ദഅവത്ത് നടത്താനും അതനുസരിച്ച് ജനങ്ങൾ ജീവിക്കാനും തയ്യാറായപ്പോൾ ഘട്ടങ്ങളായിട്ട് അള്ളാഹുത്തിൽ അവരുടെ ആധിപത്യങ്ങളും അധികാരങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു. മക്ക മദീന അടക്കമുള്ള പ്രദേശങ്ങൾ മഹാന്മാരായ ആ രാജാക്കന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇന്നും അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കത് നിലനിർത്തി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഇതുവരെയുള്ള തുർക്കിയിലുള്ള ആളുകൾ അധികാരം നടത്തിയ സമയത്ത് ഹജ്ജിന് പോകുന്ന ആളുകൾ ഇതുപോലത്തെ സമാധാനത്തോടെ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരലില്ലായിരുന്നു. അതിന്റെ മുമ്പുള്ള പല രാജാക്കന്മാരുടെ സ്ഥിതി അതായിരുന്നു. അല്ലാമ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സഹാബത്തിന്റെ കാലം കഴിഞ്ഞതിന്റെ ശേഷം ഉത്തമരായ 3 നൂറ്റാണ്ടിന്റെ ശേഷം തൗഹീദും സുന്നത്തിലേക്കും ദഅവത്ത് നടത്തുന്ന ഒരു ഭരണകൂടമോ ഒരു രാജ്യമോ ഇന്ന് ആലു സഊദിന്റെ അതല്ലാതെ ലോകത്ത് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി അത് നിർവഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഘട്ടമായിട്ട് അള്ളാഹു ദുന്യാവിന്റെ ആധിപത്യങ്ങളും തരും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പൊ ഈ പറയുന്ന ജൂത നസാറാക്കളായ ബനൂ ഇസ്രായേലിൽ നിന്ന് ആ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാനമാനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ദഅവത്തിന്റെ 2 കേന്ദ്രങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലും അധികാരത്തിലും ആധിപത്യത്തിലും കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ സമയം ഇവിടെ അടുത്തായിട്ടുണ്ട്. മിൻ ഉമ്മത്തിൻ ഇലാ ഉമ്മ മിൻ ഉമ്മത്തിൻ മലഅത് താരീഖുഹാ ബിൽ ഗദ്രി വൽ ഖിയാനത്തി വൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുത, പാപങ്ങൾ, വഞ്ചന, ചതി,
അക്രമങ്ങൾ, അനാചാരങ്ങൾ, ഇതാണ് ചരിത്രത്തിൽ മുഴുവനും നോക്കിയാൽ ബനൂ ഇസ്രായേൽ ബഹുഭൂരിഭാഷത്തിൻ്റെയും അനുഭവം ഇതാണ്. അവരുടെ ചരിത്രം, അവരുടെ പ്രവർത്തനങ്ങളും അങ്ങനെ. വൃത്തികേടുകൾ അള്ളാഹുവിനോടുണ്ട്, അവൻ്റെ പ്രവാചകന്മാരോടുണ്ട്, മറ്റുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് മുഴുവനും ഈ പറയുന്ന ചതിയും വഞ്ചനയും അക്രമവും അവരുടെ സ്വഭാവങ്ങൾ, അതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അവർക്ക് അള്ളാഹുവിൻ്റെ ഈ നിയമത്തുകൾക്ക് അർഹതയില്ല, അവരെ നഷ്ടപ്പെടുത്തി. ഇലാ ഉമ്മത്തിൻ, ഇനി ഏത് സമുദായത്തിലേക്കാണ് അള്ളാഹു ഈ നിയമത്തുകൾ നൽകുന്നത്? തതദഫഖു ബിൽ ബിർരി വൽ ഖൈറാത്ത്, നന്മയാണ് അതിൽ തുടിച്ച് നിൽക്കുന്നത്. അതിൽ അതേപോലെ തന്നെ നന്മകളാണ്, ഉത്തമമായ സ്വഭാവങ്ങളാണ്. തൗഹീദ് അതിലുണ്ട്, സിദ്ഖ് അതിലുണ്ട്, വിശ്വസ്ത അമാനത്ത് അതിലുണ്ട്, നീതി അതിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന്റെ സ്വഭാവങ്ങൾ ഇതായിരുന്നു. നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനായിരുന്നു, സാദിഖായിരുന്നു. നന്മയുടെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൈ സഹായം അതിലുണ്ടായിരുന്നു. ആ റസൂലിന്റെ ദഅവത്ത് അതുപോലെ സ്വീകരിക്കാൻ തയ്യാറായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ആട്ടെ, ഈ പറയുന്ന സ്വഹാബത്തിൽപ്പെട്ട പാവങ്ങളാണെങ്കിലും ധനികരാണെങ്കിലും സമൂഹത്തിൽ ഉയർന്നവരാണെങ്കിലും സമൂഹത്തിൽ താഴേക്കടയിലുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി, സക്കാത്ത് കൊണ്ട് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി, സത്യം പറയാൻ വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി, വിധവകളെ ഉപദ്രവിക്കാൻ, ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്ന പ്രവാചകന്റെ ആ ദഅവത്ത് സ്വീകരിച്ച ഈ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ലോകത്തിന്റെ നേതൃത്വം, ദീനിയും ദുന്യവിയായ നേതൃത്വം അവർക്ക് കൊടുക്കാനുള്ള സമയമാണ്. അതിനുള്ള സാഹചര്യങ്ങളാണ് അള്ളാഹു ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വലാ യസാലു റസൂൽ, നന്മയുള്ള ഈ ഉമ്മത്തിന് കൊടുക്കുകയാണ്. വലാ യസാലു റസൂലുഹാ യതമത്തഅ ബിവഹയിൽ ഖുർആനില്ലദീ യഹ്ദീ ലില്ലതീ ഹി അഖ്വം. ഈ പറയുന്ന നന്മ ഉള്ള ഈ സമൂഹത്തിന്റെ നേതാവ്, അതിന്റെ നേതൃത്വം അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂലിന് ഇതിന് വഴികാട്ടിയായിട്ടുള്ളത് നന്മയിലേക്ക് ചേർക്കുന്ന പരിശുദ്ധമായ ഖുർആനുമാണ്. അപ്പൊ ആ ഖുർആന്റെ വെളിച്ചത്തിൽ അതിന്റെ നേതാവായ ഇമാമായ പ്രവാചകൻ ആളുകളെ ദഅവത്ത് നടത്തുന്നു. ആ ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു സമുദായം 1, 2, 3, 4 ആളുകളായിട്ട് സമൂഹത്തിൽ നിന്ന് പലജാതി ഉപദ്രവങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കൂട്ടം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതൃത്വം കൊടുക്കാനുള്ള സമയമായി എന്നുള്ള സൂചനയാണ് ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവത്തിൽ കൂടെ, ഈ ആയാത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. എന്നാൽ നമ്മളെപ്പോലത്തെ ആളുകൾ പ്രത്യക്ഷത്തിൽ ഈ സംഭവം നോക്കിക്കാണുമ്പോൾ ഇസ്രാ മിഅ്റാജ് നടക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവം എന്താ? മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? അവർ ബഹുമാന്യരാണോ? ആ സമയത്ത് ആദരണീയരാണോ? സമൂഹത്തിൽ അവർക്ക് വലിയ പേരും അംഗീകാരമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഈ നേതൃത്വം എങ്ങനെയാണ് ഈ ഉമ്മത്തിന് ലഭിക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂല് മക്കയുടെ പർവ്വതങ്ങളിലൊക്കെ, ഗ്രാമങ്ങളിലും ആൾക്കൂട്ടങ്ങളിലും ഒറ്റക്കും കൂട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആ പ്രവാചകന്റെ ദഅവത്ത് പലരും സ്വീകരിക്കുന്നില്ല, പ്രമുഖരാരും സ്വീകരിക്കുന്നില്ല, വലിയ ആൾക്കൂട്ടങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ എണ്ണപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ ആധിപത്യം, അധികാരം ലഭിക്കുക? നമ്മളെപ്പോലത്തെ ചിന്തിക്കുന്നത് ഹാദ സുആൽ, ഈ പറയുന്ന ചോദ്യം യക്ഷിഫുൽ ഗിതാഅ അൻ ഹഖീഖത്തിൻ ഉഖ്റാ, മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് വെളിവാക്കി തരാണ്. വഹിയ, അത് അന്ന ദൗറൻ മിൻ ഹാദിഹി ദഅവത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ ഈ പ്രബോധനത്തിന്റെ ഒരു ഘട്ടം ഖദ് ഔശക ഇല നിഹായത്തി വത്തമാം, അതിന്റെ ആദ്യത്തെ ഘട്ടം അത് അവസാനിക്കാനായിട്ടുണ്ട്. വസയബ്ദഉ ദൗറുൻ ആഖർ, ഈ ആദ്യത്തെ ഘട്ടത്തിനോട് പൂർണ്ണമായി വിഭിന്നമായ മറ്റു ഒരു ഘട്ടമാണ് ഈ ദഅവത്തിന് ഇനി വരാതിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് വരാനിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? അത് മനസ്സിലായത് ലിദാലിക നറാ ബഅദൽ ആയാതി തശ്തമിലു അലാ ഇൻദാരിൻ സാഫിരിൻ വവഈദിൻ ശദീദിൻ ബിന്നിസ്ബതി ലിൽ മുശ്രിക്കീൻ. അത് നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന സൂറത്തുൽ ഇസ്രായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകളിൽ കൂടെ സത്യനിഷേധികളായ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് ശക്തമായ താക്കീത്, വ്യക്തമായ താക്കീതുകൾ അവർക്ക് നൽകുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരായത്ത് وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَ فِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. ഒരു നാട്ടുകാരെ നമ്മൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല വെറുതെ നശിപ്പിക്കുകയില്ല. ആ നാട്ടുകാരായ ജനങ്ങളുടെ ധിക്കാരവും സത്യനിഷേധവും അള്ളാഹുവിന് വിരുദ്ധമായി, അള്ളാഹുവിന് എതിരായി പ്രവർത്തനങ്ങളും അവർ ചെയ്യുമ്പോൾ അള്ളാഹു അവരോട് ക്ഷമ കാണിച്ച് കാത്തുനിന്ന് വീണ്ടും അവർ തെറ്റുതിരുത്തി പശ്ചാത്തപിക്കാൻ തയ്യാറാകാതെ വന്നാൽ ആ നാട്ടുകാർ അള്ളാഹു തആല നശിപ്പിക്കും. അള്ളാഹുവിന്റെ സുന്നത്തും രീതിയും അതാണ്. അങ്ങനെ അവരുടെ നാശം അടുത്തു വരുമ്പോൾ
അമർന മുത്രഫീഹ, ആ നാട്ടിലുള്ള ധനികരായ സമ്പന്നരായ സുഖലോലുപതായ ആളുകളോട് നമ്മൾ കൽപ്പിക്കും, ഫഫസഖൂ ഫീഹ, നാട്ടിൽ അവർ മുമ്പുള്ളതിലേറെ തമ്മാടിത്തരങ്ങൾ വൃത്തികേടുകൾ കൂടുതൽ അവർ ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു നിഅമത്ത് ചെയ്തു തരുമ്പോൾ അതിന് കൂടുതൽ നന്ദികേടുകളും ആ നിഅമത്തുകൾക്ക് ധിക്കാരങ്ങളും ആളുകൾ ഭൗതികതയിൽ അവരുടെ സുഖലോലുപതയിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും ആറാടുകയും ചെയ്യുന്ന ആ ഘട്ടങ്ങൾ വരുമ്പോൾ ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറ, അവരെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അനിവാര്യമായി തീരും. അങ്ങനെ അവരെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രവാചകനെയും ഖുർആനിനെയും അയച്ച് ദഅവത്ത് നടത്തിയിട്ട് തിരിച്ചു വരാൻ, ഒരു തിരുത്തൽ വരുത്താൻ, പശ്ചാത്തപിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തപ്പോൾ അവർ കൂടുതൽ ധിക്കാരികളാകാ ചെയ്തു. പ്രവാചകരെ ധിക്കരിച്ചു, ദഅവത്തിനെ ധിക്കരിച്ചു, ഖുർആനെ കളവാക്കി. അവർ ചെയ്തിരുന്ന പാപങ്ങളിൽ അവർ കൂടുതൽ മുന്നേറിയപ്പോൾ അവരെ തകർക്കാൻ അവരുടെ നാശം അടുത്തായിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സുന്നത്ത് ഇതാണ്. ഏത് കാലഘട്ടത്തിലും ഈ പറയുന്ന ആയത്തുകളിൽ കൂടെ മുശ്രിക്കീങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷത്തിൽ ഈ ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് പ്രവാചകൻ മക്കയിൽ പ്രയാസത്തോടുകൂടെ അവിടുത്തെ ദഅവത്ത് സ്വീകരിക്കാൻ ആളുകളില്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ നിൽക്കുന്നു. ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് മക്കയിൽ നിന്ന് മാത്രമല്ല, മക്കയും വിട്ട് മദീനയും വിട്ട് ഷാമിനെയും വിട്ട് ഈ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ ഇതെത്തുകയും പല ആളുകളും ഈ ദീനിലേക്ക് കൂട്ടമായിട്ട് വരികയും ആ പ്രവാചകന്റെ നേതൃത്വം ലോകം അംഗീകരിക്കുകയും ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന മഹത്തായ ഈ സംഭവത്തിൽ കൂടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ കൂടെ ആ പറയുന്ന ആയാത്തുകളിൽ കൂടെ ആ വിവരം നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുകയാണത്. ഏതാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് മക്ക കാലഘട്ടം അവസാനിച്ച് പിന്നീട് മദീന കാലഘട്ടം, അവിടുത്തെ ദഅവത്തിൻ്റെ ഏറ്റവും വിജയത്തിൻ്റെ, അതിലേക്ക് ആളുകൾ കൂട്ടമായി വരുന്ന മക്കയും മദീനയും ഷാമും യമനും ആഫ്രിക്കയും ഏഷ്യൻ ലോകത്തുള്ള പല ഭാഗങ്ങളിലും ഈ ദീനിൻ്റെ ദഅവത്ത് എത്തുന്ന ആ ഘട്ടങ്ങൾക്കുള്ള തുടക്കം, ആരംഭം എന്നുള്ള നിലക്ക് ബൈഅത്തുൽ അഖബത്തിൽ ഊല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മദീനക്കാരായ ആളുകൾ ഹജ്ജിന് വന്ന സമയത്ത് അവിടുത്തെ ദഅവത്ത് സ്വീകരിക്കുകയും അങ്ങനെ ആ സംഭവത്തിലേക്കാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല നമ്മളെ ആ ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഖദ് ദക്കർന, മുമ്പത്തെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അന്ന സിത്തത നഫരിൻ മിൻ അഹ്ലി യസ്രിബ് അസ്ലമു ഫി മൗസിമിൽ ഹജ്ജി സനത 11 മിന നുബുവ, നുബുവത്തിൻ്റെ 11ാമത്തെ വർഷത്തിൽ ഹജ്ജിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഹജ്ജിന് വന്ന ആളുകളോടൊക്കെ ഒറ്റക്കും കൂട്ടായിട്ടും അവരോട് ദഅവത്ത് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മദീനയിൽ നിന്ന് വന്ന ആളുകളോടും ഈ ദഅവത്ത് ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയപ്പോൾ അവരിൽപ്പെട്ട 6 യുവാക്കൾ, അവരുടെ പേരുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ചില കുട്ടികളൊക്കെ അത് എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു, ചിലർക്ക് അത് എഴുതിയെടുത്തിരുന്നു. 6 യുവാക്കൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാവുകയും അവരങ്ങനെ മദീനയിലേക്ക് തിരിച്ചു പോവുകയും, ഞങ്ങൾ മദീനയിൽ ചെന്നാൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ദീനിലേക്ക് ഞങ്ങൾ ആളുകളെ ക്ഷണിക്കാം, ഈ ദഅവത്ത് ഞങ്ങൾ മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കാം എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഅദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്ലാഗ റിസാലത്തിഹി ഫീ ഖൗമിഹിം, മദീനയിൽ ഞങ്ങൾ അവിടെ ചെന്നാൽ ജനങ്ങളെ ഈ ദഅവത്ത് എത്തിക്കാം എന്ന് വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവർ 11ാമത്തെ വർഷത്തിൽ ഈ വാക്കും പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. 1 വർഷം അവർ മദീനയിൽ താമസിച്ചു. അവരെ കഴിവിൻ്റെ പരമാവധി ആ പറഞ്ഞ വാക്ക് അവർ പാലിക്കുകയും ചെയ്തു. അങ്ങനെ ഹിജ്റ 12ാമത്തെ വർഷം വകാന മിൻ ജറാഇ ദാലിക്, അങ്ങനെ അന്ന് അവർ കൊടുത്ത വാക്കിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അൻ ജാഅ ഫിൽ മൗസിമി ത്സാനി മൗസിമിൽ ഹജ്ജ് സനത 12 മിന നുബുവ, നുബുവത്തിൻ്റെ 12ാമത്തെ വർഷത്തിൽ, ഇംഗ്ലീഷ് വർഷം പറയുകയാണെന്നുണ്ടെങ്കിൽ 621ാമത്തെ കൊല്ലം, ഈ പറയുന്ന ഇംഗ്ലീഷ് വർഷം നമ്മൾ പറയുന്ന 621ാമത്തെ വർഷമാണത്. നുബുവത്തിൻ്റെ 12ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ അടുക്കേക്ക് വന്നത് 12 റജൂലൻ, 12 ആളുകൾ വന്നു. കഴിഞ്ഞ വർഷം 6 ആളുകൾ പോയി, അവരുടെ ഇരട്ടിയായിട്ട് പിറ്റേ വർഷം ആളുകൾ യുവാക്കൾ വരികയാണ്, 12 ആളുകൾ. ആ വന്ന 12 ആളുകളുടെ കൂട്ടത്തിൽ ഫീഹിം 5 മിന 6 ലദീന കാനൂ ഖദ് ഇത്തസലൂ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ആമി സാബിഖ്, കഴിഞ്ഞ വർഷം വന്ന 6 ആളുകളുടെ കൂട്ടത്തിൽ 5 ആളുകൾ ഉണ്ടായിരുന്നു. 6ാമത്തെ ആൾ ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ റിആബ് റളിയല്ലാഹു അൻഹു അന്ന് ഈ വർഷം വന്നിട്ടില്ല, എന്തോ കാരണത്താൽ പക്ഷെ അദ്ദേഹം വന്നില്ല.
5 ആളുകൾ കഴിഞ്ഞ വർഷത്തെ വരും. പിന്നെ വസബഅത്തിൻ സിവാഹും, ആ കഴിഞ്ഞ വർഷത്തവരല്ലാത്ത പുതിയവരായ 7 ആളുകളും ഇവരെ കൂടെ വന്നു, മൊത്തം 12. ഈ പ്രാവശ്യം വന്ന പുതിയ ആളുകൾ ഒന്നാമത്തെ മുആദ് ബിനുൽ ഹാരിസ് ബിനു അഫ്റ, ദക്വാൻ ബിനു അബ്ദുൽ ഖൈസ്, ഉബാദത്ത് ബിനു സ്വാമിത്, യസീദ് ബിനു സഅലബ, അബ്ബാസ് ബിനു ഉബാദത്ത് ബിനു നളല, അബുൽ ഹൈസം ബിനു തയ്യിഹാൻ, ഉവൈം ബിനു സാഇദ എന്ന് പറയുന്ന 7 ആളുകൾ പുതിയവരും കഴിഞ്ഞ വർഷത്തിലുള്ള 5 ആളുകൾ, മൊത്തം 12 പേര് വന്നു. അൽ അഖീറാനി മിനൽ ഔസി വൽ ബഖിയ്യത്തു കുല്ലുഹും മിനൽ ഖസ്റജ്. മദീനക്കാർ നമ്മൾ കേട്ടതുപോലെ ഔസ് ഖസ്റജ് 2 വിഭാഗങ്ങളാണ്. ഇതിൽ പറഞ്ഞ അബുൽ ഹൈസം ഇബ്നു തയ്യിഹാൻ, ഉവൈം ഇബ്നു സാഇദ എന്ന് പറയുന്ന ഈ 2 പേര് ഔസ് ഗോത്രത്തിൽപ്പെട്ടവരാ. മറ്റുള്ളവർ മുഴുവനും ഖസ്റജിൽപ്പെട്ടവരുമാണ്. നോക്കണം, നമ്മൾ മദീനക്കാരായി ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ഒരു കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ട് വലിയ സംഘടനത്തിലാണ്, വലിയ ശത്രുതയിലാണ്, വലിയ എതിർപ്പിലാണ്, വലിയ യുദ്ധങ്ങളിലാണ്. പക്ഷേ ദീനിന്റെ വിഷയം വന്ന സമയത്ത് ആ ശത്രുത മുഴുവനും അവർ മാറ്റിവെച്ച് ഏക സഹോദരന്മാരായി ഒരൊറ്റ ലക്ഷ്യത്തിൽ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും റസൂലിന് വാക്ക് കൊടുക്കാനും ആ റസൂലിന്റെ ദീന് സ്വീകരിക്കാനും ആ ദഅവത്ത് പ്രചരണം ചെയ്യാനും ഈ ബദ്ധവൈരികളായ ശത്രുക്കൾ തയ്യാറായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങളുടെ ഇടയിലുള്ള ആ ശത്രുത അള്ളാഹു മാറ്റിക്കൊടുത്തു എന്നുള്ളത്, അവരെ ഏകോദര സഹോദരന്മാരാക്കി തീർത്തു എന്നുള്ളത്. ഹുവല്ലദി അല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈനഹും. അള്ളാഹു ആ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു. വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകൾ, വലിയ സംഘട്ടനത്തിൽ കൂടെ ജീവിതം തൊലച്ച് തകർത്ത് കളഞ്ഞിരുന്ന ആളുകൾ, ഈ പറയുന്ന ജൂത നസാറാക്കൾ ഇവരെ ശത്രുക്കളാക്കിയിട്ട് ഇവരെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മുട്ടനും കുട്ടനോ 2 മുട്ടനാടുകളെ ചരിത്രം പറയുന്നുണ്ട്. അവരെ മുട്ടിച്ചിട്ട് അവരെ കൊണ്ടടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലം കാണിച്ചിരുന്ന ഈ ജൂതന്മാർ അവർ പരാജയപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു. ഈ ദുന്യാവിലുള്ള ഈ സമാധാനത്തിനും ഈ സുഭിക്ഷതക്കും ഈ സ്വസ്ഥതക്കും അതിനൊക്കെ കാരണമായിട്ട് തുടക്കത്തിൽ അവർ സ്വീകരിച്ചത് ദീനിലേക്ക് വരാന്നുള്ളതാണ്. കൃത്യമായി ദീന് പാലിക്കാനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. ഇത് തന്നെയാണ് ഇന്ന് ആധുനിക ലോകത്തും ആളുകൾ അനുഭവപ്പെടുന്ന ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇത് തന്നെയാണ്. അതല്ലാതെ കുറുക്കു വഴികളൊന്നും അതിനില്ല തന്നെ. 2 ആളുകൾ ഔസിൽപ്പെട്ടവരാണ്, ബാക്കിയുള്ള മുഴുവൻ ഖസ്റജുകളാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം മുഴുവനും ഒന്നാണ്. അവർ ഒരൊറ്റ ലക്ഷ്യം, അതിൻ്റെ പൂർത്തീകരണത്തിനും അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഏക സഹോദരന്മാരാണ്, ഒത്തൊരുമയിലാണ്. അവിടെ ശത്രുതയുമില്ല, അവിടെ വിദ്വേഷമില്ല, അവിടെ വെറുപ്പില്ല, അകൽച്ചു. അങ്ങനെ ഇത്തസലഹ ഉലാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ അഖബത്തി ബിമിന. ഹജ്ജിന്റെ സമയത്ത് മിനയിലുള്ള അഖബയുടെ അടുത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂലുമായി അവർ കണ്ടുമുട്ടി. ഫബായഉഹു ബൈഅത്തൻ നിസാ. സ്ത്രീകളോട് പ്രവാചകനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഒരു രീതിയുണ്ട്. അഥവാ മക്കം ഫത്തഹിന്റെ അന്ന് സ്ത്രീകളാരെങ്കിലും ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് ഇസ്ലാമിൽ പ്രവേശിച്ചു എന്ന് വരികയാണെങ്കിൽ, ഒരു പക്ഷേ വിവാഹിതരായിരിക്കും അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരായിരിക്കും, ആരാണെങ്കിലും സ്ത്രീകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ അവരോട് ഇനി ഉപാധികൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബൈഅത്ത് സ്വീകരിക്കണം പ്രവാചകരെ എന്ന് അള്ളാഹു കൽപ്പിച്ചൊരു നിയമമുണ്ട്. ശേഷം പറയുന്നു, ആ നിലക്ക് ഈ പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു. ഐ വഫഖ ബൈഅതുഹുന്നല്ലതി ഐ വിഫ്ഖ ബൈഅതിഹിന്നല്ലതി നസലത് ഇൻദ ഫത്ഹി മക്ക. മക്കം ഫത്ഹിന്റെ അന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സ്ത്രീകളോട് ബൈഅത്ത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുണ്ട്. ആ രൂപത്തിലാണ് മദീനക്കാരെ 12 ആളുകൾ റസൂലിനോട് ബൈഅത്ത് ചെയ്തത്. റവൽ ഇമാമുൽ ബുഖാരി അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ഈ 12 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം ബുഖാരി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തആലു. ഈ 12 ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുവീൻ, ബൈഉനി, നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യ്, അലാ അല്ലാ തുശ്രികു ബില്ലാഹി ഷൈആ, നിങ്ങൾ ശിർക്ക് ചെയ്യൂല എന്നുള്ളത്. കണ്ടോ, ഏറ്റവും ആദ്യം തൗഹീദുല്ലാഹിയാണ്. ഏറ്റവും ആദ്യം തൗഹീദുല്ലാഹി, അതിന്റെ പ്രാധാന്യം. അതിന് വിരുദ്ധമായ ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. വലിയ മുശ്രിക്കീങ്ങളായിരുന്നു, ശിർക്കിലുള്ള ആളുകളായിരുന്നു, അത് ഒഴിവാക്കണം, തൗഹീദിൽ വരണം എന്ന് പറഞ്ഞു. വലാ തസ്രിഖു, കളവ് നടത്തരുത്. ഇന്ന് വലിയ വലിയ ആദരണീയരാണ്, ബഹുമാനീയരാണ് എന്ന് പറയുന്ന ആളുകൾ കാശ് കണ്ടാൽ കൺട്രോൾ തെറ്റുന്നവരായിരിക്കും. കളവ് പാടില്ല. ആ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണം. നമ്മുടെ വയറ്റിലേക്ക് വരുന്ന ഓരോ നാണയങ്ങൾ, ഓരോരോ വിഭവങ്ങൾ, അതിൻ്റെ സൂക്ഷ്മ, അതിൻ്റെ ശ്രദ്ധ നമുക്കുണ്ടാവണം. അപ്പോഴേ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് വരികയുള്ളൂ.
വലാ തസ്രിഖു വലാ തസിനു, നിങ്ങൾ വ്യഭിചാരം നടത്തരുത്. സ്ത്രീകളോടായിരുന്നു ഈ പറയുന്ന ബൈഅത്തിലുള്ള ഈ പറയുന്ന ഉപാധികൾ. അതേപോലെ പുരുഷന്മാരുടെ ലൈംഗികമായ സൂക്ഷ്മത പാലിക്കണം. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുതേ. കുട്ടികളെ കൊല്ലരുത് ദാരിദ്ര്യം പേടിച്ചിട്ടോ അതിൽ പെൺകുട്ടികളാണ് എന്നൊരു അപമാനം പേടിച്ചിട്ടോ അന്ന് മുശ്രിക്കീങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഉണ്ടാവരുത്, കുട്ടികളെ കൊല്ലരുത്. ഇന്ന് കുഫാറുകൾ എത്രയാണ് കുട്ടികളെ കൊല്ലുന്നത്, ഏതൊക്കെ ചതികളും വഞ്ചനകളാണ് അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അത് ചെയ്യരുത്. വലാ തഅ്തൂ ബിബുഹ്താനിൻ തഫ്തരീനഹു ബൈന ഐദീകുന്ന വഅർജുലികുൻ, നിങ്ങളുടെ കൈകാലുകളുടെ ഇടയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ ഒന്നും ചെയ്യരുത്. വൃത്തികേടുകളും കാര്യങ്ങളും കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ കാലുകളെ കൊണ്ടോ ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുത്. വിചാരം അതിൽപ്പെടും, മറ്റുള്ള അശ്ലീലമായ പ്രവൃത്തികൾ വരും, വേറെയുള്ള തെറ്റുകളൊക്കെ. വലാ തഅസൂനി ഫീ മഅറൂഫിൻ, നല്ല കാര്യങ്ങൾ എന്ത് പറയുകയാണെങ്കിലും നിങ്ങളതിന് എനിക്ക് എതിര് ചെയ്യരുത്. ഭരണാധികാരിക്ക് എതിര് ചെയ്യാൻ പാടില്ല. നേതൃത്വമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ഭരണാധികാരികളോട് നമുക്കുണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയൊരു ബാധ്യതയാണ് അസ്സംഉ വത്വാഅ. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവണം, അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം. അവർ നമ്മളിലേറെ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ കുറച്ച് താഴേക്കടയിലാണെങ്കിൽ പോലും നമ്മുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആരാണെങ്കിലും ഈ നേതൃത്വത്തിനെ ആദരിക്കുക, അംഗീകരിക്കുക എന്ന മാതാപിതാക്കളെ മക്കൾ അംഗീകരിക്കുന്ന വിഷയത്തിൽ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ അംഗീകരിക്കുന്ന വിഷയത്തിൽ ഇവിടെയൊക്കെ ഈ സംത്വാഅത്തിൻ്റെ വലിയൊരു വിഷയമുണ്ട്. അങ്ങോട്ട് പറഞ്ഞാൽ അതിന് നേരെ ഇപ്പുറത്ത് എതിരിങ്ങോട്ട് പറയാം. ഒരു കുടുംബം മാതാപിതാക്കളോട് ഇങ്ങനെ ധിക്കാരം പറയുന്ന മക്കളുണ്ടെങ്കിൽ ആ കുടുംബം ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഒരു ഭർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് പറയുകയാണെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അവിടെ ഒത്തൊരുമയോടുകൂടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂല. ദീനുൽ ഇസ്ലാമിൽ ത്വാഅത്ത് എന്ന് പറയാം. അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം. നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ ആരൊക്കെയുണ്ടോ അവരനുസരിക്കാൻ തയ്യാറാവണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാന്ന് പറഞ്ഞ റസൂൽ എന്നുള്ള നിലക്കുണ്ടത്, അതേപോലെ തന്നെ ഭരണാധികാരി എന്നുള്ള നിലക്കുണ്ട്. നല്ല ഏത് കാര്യങ്ങൾ പറയും. എന്നാൽ ഇവരാരെങ്കിലും റസൂൽ അത് പറയൂല, അല്ലാത്ത ഭരണാധികാരികളോ നമുക്ക് ബാധ്യതയുള്ള ആളുകളോ തെറ്റായ കാര്യം നമ്മോട് പറഞ്ഞാൽ അനുസരിക്കും വേണ്ട. സൃഷ്ടികളാരെങ്കിലും അള്ളാഹുവിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അവിടെ അനുസരിക്കേണ്ടതില്ല. ആ കാര്യത്തിൽ അനുസരിക്കരുത് എന്ന് കരുതി മറ്റുള്ള കാര്യത്തിൽ മുഴുവനും അദ്ദേഹത്തിനെ ധിക്കരിക്കണം, അത് പാടില്ല. ഈ തെറ്റായ കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം. വലാ തഅസൂനി ഫീ മഅറൂഫിൻ ഫമൻ വഫാ മിൻകും. ഇത്രയും ഉപാധികൾ, നിബന്ധനകൾ, കരാറുകൾ, ഈ ബൈഅത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും പൂർണ്ണമായി നിർവഹിച്ചാൽ ദുനിയാവിൽ നേട്ടൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അധികാരം തരാം, MLA സ്ഥാനം തരാം, MP ഫണ്ട് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റാക്കി തരാം, അല്ലെങ്കിൽ മറ്റേ മന്ത്രിയ ഈ പറയുന്ന ദുനിയ ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇഖ്ലാസ് അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് ദുന്യവിയായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് കണ്ട ആളുകൾ പണിയെടുക്കും. അതായിരിക്കും ആളുകളുടെ ലക്ഷ്യങ്ങൾ. ഇവിടെ ഒരാൾക്ക് പൂർണ്ണ ഇഖ്ലാസോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്താൽ അവന്റെ പ്രതിഫലം അല്ലാഹ് തരും. നിങ്ങൾ അള്ളാഹുവിന് പ്രതിഫലം മോഹിച്ചുകൊണ്ട് ചെയ്യുക. ഇനി വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ, ഇതിന് വിരുദ്ധമായി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, ഫഊഖിബ ബിഹി ഫിദ് ദുനിയ, അങ്ങനെ ദുനിയാവിൽ അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് വെക്കും. ഒരാൾ വ്യഭിചരിച്ചു, അവനെ എറിഞ്ഞു കൊന്നു, അല്ലെങ്കിൽ 100 അടിയടിച്ചു, ശിക്ഷ കിട്ടി. കളവ് നടത്തി, കൈമുറിക്കപ്പെട്ടു, ഈ ലോകത്ത് വെച്ച് അതിൻ്റെ ശിക്ഷ കിട്ടിയാൽ ഫഹുവ ലഹു കഫാറ, അവൻ ചെയ്ത ആ പാപത്തിന് പ്രായശ്ചിത്തം ഇവിടുന്ന് കഴിഞ്ഞു. ഇനി വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ ഫസതറഹുല്ലാഹ്, ഈ തെറ്റുകൾ ആരെങ്കിലും ഒരാൾ ചെയ്തു, വലിയ ഈ പാപങ്ങൾ ചെയ്തു, അള്ളാഹു മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് അതിനെ മറച്ചുവെച്ചു, മറ്റുള്ളവരെ അറിഞ്ഞില്ല, അതാരും അറിഞ്ഞില്ല, അങ്ങനെ ശിക്ഷ കിട്ടിയില്ല. ഫഅംറുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇൻഷാ അഅഖബഹു ഇൻഷാ അഅഫാ അൻഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് ഈ പരലോകത്ത് അവനെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അള്ളാഹു മാപ്പ് നൽകും. അത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ പെട്ടതാണ്, നമുക്കതിൽ കൈകടത്തലില്ല. ഇത്രയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഫബായഅനാഹു, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ കൈ കൊടുത്തു, ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഈ പറഞ്ഞത് നിർവഹിക്കാൻ പൂർത്തിയായി ഈ പറയുന്നത് ഏറ്റെടുത്ത് ഞങ്ങളത് ചെയ്യാൻ തയ്യാറാവാണ്. വഫീ നുസ്ഖത്തിൻ ഫബായഅനാഹു എന്നുണ്ട് അലാ ദാലിക, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളിത് ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഇത് ബൈഅത്ത് ചെയ്ത് ആ വർഷത്തെ ഹജ്ജും കഴിഞ്ഞ് അവർ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് വിശാലമായിട്ട് ദീന് അറിയാനും പഠിക്കാനും സൗകര്യമുള്ള, അതിൽ ദഅവത്ത് നടത്താൻ പ്രാപ്തനായ ഒരാളെ അള്ളാഹുവിൻ്റെ റസൂല് തിരഞ്ഞെടുത്തു. മക്കയിൽ നിന്ന് തിരഞ്ഞെടുത്തു അവരെ കൂടെ പറഞ്ഞയക്കാൻ. കാരണം അവരിങ്ങനെ വന്നു പോകുന്ന ആളുകളാണ്. നേരെ മറിച്ച് പ്രവാചകന്റെ കൂടെ കുറേ ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങളൊക്കെ നിന്ന് ദീന് കൂടുതലായിട്ട് വിശദമായിട്ട് ഖുർആൻ ഹിഫ്ളാക്കി പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെ ദഅവത്തിന് ആവശ്യമാണ്.
അപ്പം അതിന് പറ്റുന്ന ഒരാളെ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ കൂടെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവ്വലു സഫീറിൻ ഫിൽ ഇസ്ലാം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്: ഇസ്ലാമിൻ്റെ ഏറ്റവും ആദ്യത്തെ അംബാസഡർ. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മദീനയിൽ ചെന്ന് അവിടെ പ്രചരിപ്പിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ ഔദ്യോഗികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. വബഅദ അൻ തമ്മത്തിൽ ബൈഅത്തു. ഈ പറയുന്ന ബൈഅത്ത് പൂർത്തിയായി. വൻതഹൽ മൗസിം. ഹജ്ജ് കഴിഞ്ഞു. അങ്ങനെ അവർ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബഅസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഹഉലാഇൽ മുബായിഈൻ. ഈ ബൈഅത്ത് ചെയ്ത ആളുകളോട് കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞയച്ചു അവ്വല സഫീരിൻ ഫി യസ്രിബ്. മദീനയിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ദൂതനെ, അംബാസഡർ. ലിയുഅല്ലിമൽ മുസ്ലിമീന ഫിഹാ ശറാഇഅൽ ഇസ്ലാം. അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക്, ഇസ്ലാം സ്വീകരിച്ചവർക്കും ഇനി സ്വീകരിക്കാനുള്ള ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളിലേക്കും ദാവത്തായിക്കൊണ്ട് അവർക്ക് ദീനിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. വയുഫഖിഹും ഫിദ്ദീൻ. അള്ളാഹുവിൻ്റെ ദീന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കാശ് കൊടുത്തയച്ചിട്ടില്ല, സംഭാവനകൾ കൊടുത്തയച്ചിട്ടില്ല, സഹായങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള വിജയത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടത് ശറഈയായ ഇൽമാണ്. പരിശുദ്ധമായ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ. അതാണ് ഒരു സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഭക്ഷണ സാധനങ്ങളോ വിഭവങ്ങളോ വസ്ത്രങ്ങളോ ഇതൊന്നും ചെയ്യാനും കൊടുത്തയക്കാനും പ്രവാചകന്റെ കയ്യിൽ നിലവിൽ ഇല്ല താനും. അവർ തന്നെ മക്കയിൽ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള പോക്കാണ്. പക്ഷെ ആ നാട്ടുകാരെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ, അവരെ വിജയത്തിലേക്കും പ്രതാപത്തിലേക്കും സുരക്ഷയിലേക്കും സമാധാനത്തിലേക്കുമൊക്കെ ദീനിലും ദുല്യാബിലുള്ള ഖൈറാത്തുകളിലേക്ക് അവരെ പിടിച്ചുയർത്താൻ അവർക്ക് അത്യാവശ്യമുള്ള കാര്യം അള്ളാഹുവിൻ്റെ ദീന് അറിയാന്നുള്ളത്. കൃത്യമായി ദീനിനെ കുറിച്ച് അറിയുമ്പോൾ അതനുസരിച്ച് ആളുകൾ പണിയെടുക്കാൻ തയ്യാറാകും, അമൽ ചെയ്യും, ഇബാദത്ത് നിർവഹിക്കും. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം അവർ നന്നാക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദീനിലും ദുന്യാവിലുമുള്ളത് അള്ളാഹു കൂടുതൽ കൂടുതൽ കൊടുത്ത് ആളുകളെ, സമൂഹങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. വയുഫഖിഹും ഫിദ്ദീൻ വലിയഖൂമ ബിനശ്രിൽ ഇസ്ലാമി ബൈനല്ലദീന ലം യസാലു അല ശിർക്ക്. മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ ഇടയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് മഹാനായ ഒരു യുവാവിനെയാണ്. മക്കക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു യുവാവിനെയാണ് തെരഞ്ഞെടുത്തത്. യുവാക്കൾക്ക് പ്രത്യേകമായ ബാധ്യതകൾ, പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ. അവർ അള്ളാഹുവിൻ്റെ ദീനാദ്യം ശരിയായ നിലക്ക് പഠിക്കാൻ തയ്യാറാകും. പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും അവരെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അവർ തയ്യാറാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹിക്കുന്നത് ഏത് നിലക്കുള്ള ഖൈറാത്തുകളും ഉയർച്ചയുമാണോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഷാബൻ മിൻ ഷബാബിൽ ഇസ്ലാം. ഇസ്ലാമിലുള്ള മുസ്ലിമീങ്ങളായ യുവാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവാവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. മിനസ്സാബിഖീനൽ അവ്വലീൻ. ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പല ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ തുടക്കവും അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള അവസാനത്തെ പിരിഞ്ഞുപോക്കും അത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. കച്ചവടത്തിൽ അദ്ദേഹത്തിന് ബറക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. വലിയ സമ്പത്തിൻ്റെ ഉടമയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ടവരൊക്കെ പലരും പ്രമുഖരൊക്കെ വഫാത്തായി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിവിശാലമായ സമ്പത്തും ജോലിക്കാരും അടിമകളും വിഭവങ്ങളും. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നോമ്പുകാരനായിരുന്നു, സുന്നത്ത് നോമ്പുകാരനായിരുന്നു. നോമ്പ് തുറക്കാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഭക്ഷണപാനീയങ്ങൾ വിഭവസമൃദ്ധമായത് കൊണ്ടുവന്ന് നിരത്തപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആ രംഗം കണ്ട സമയത്ത് അതൊക്കെ എടുത്ത് വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം അദ്ദേഹം കരയാൻ തുടങ്ങി. ഫജഅല യബ്കി. അദ്ദേഹം കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം പറഞ്ഞു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഉഹദ് യുദ്ധത്തിൽ വെച്ച് മുസ്അബ് കൊല്ലപ്പെട്ടു.
മുസ്ലിമീങ്ങളായ ആ സൈന്യത്തിന്റെ കൊടിവാഹകനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. അതിന്റെ മുമ്പ് ഈ പറയുന്നത് പോലെ മദീനയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദാഇയായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിനെ കൊല്ലപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശരീരം പൊതിയാൻ വേണ്ടി വസ്ത്രം നോക്കുമ്പോൾ ആകെ അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പാദ്യമായിട്ടുള്ളത് ആകെ ഒരു കരിമ്പടം മാത്രമാണ്, ഒരു പുതപ്പ് മാത്രം, അത് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടിയാൽ കാല് വെളിവാകും, കാല് മൂടിയാൽ തല വെളിവാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയും മറ്റു ഭാഗം ചെങ്ങണപ്പുല്ല് പോലത്തത് പറിച്ചുകൊണ്ട് പൊത്തി മൂടി മറ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചു. അവർ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയ അവസ്ഥ ഇങ്ങനെയാണ്. നമുക്ക് ഈ ലോകത്തിൽ വലിയ വിശാലത, വിഭവങ്ങളും ഭക്ഷണങ്ങളും സാധനങ്ങളും തന്ന് അള്ളാഹു നമുക്കുള്ളത് മുഴുവനും ഈ ലോകത്ത് വെച്ച് തന്നു തീർക്കുകയാണോ? പരലോകത്ത് നമുക്കൊന്നും ബാക്കിയുണ്ടാവുകയില്ലേ എന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. എനിക്ക് പേടിയാകുന്നു, ഇവിടെ നല്ല വിശാലത, നല്ല ഫുഡ്, നല്ല ഭക്ഷണങ്ങൾ, നല്ല സാധനങ്ങൾ, വിഭവങ്ങൾ, നമുക്കുള്ളതൊക്കെ ഇവിടെ വെച്ച് തന്ന് അള്ളാഹു തീർക്കുകയാണോ എന്നെനിക്ക് പേടിയാകുന്നു. അതുകൊണ്ട് ആ ഭക്ഷണം അദ്ദേഹം കഴിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമും സ്വഹാബത്തും മക്കയിൽ പ്രയാസകരമായി നിൽക്കുന്ന സമയത്താണ് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഇസ്ലാം സ്വീകരിച്ചു. മുസ്അബ് യുവാവായിരുന്നു, കാണാൻ നല്ല അഴകുള്ള യുവാവായിരുന്നു, സമ്പത്തുള്ള കുടുംബത്തിൽപ്പെട്ട മകനുമായിരുന്നു, മാതാപിതാക്കൾ വലിയ സമ്പന്നരായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഫഅമ്മാ മുസ്അബുൻ, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഫഅമ്മാ മുസ്അബ് ഇബ്നു ഉമൈർ ഫഇന്നഹു കാന അത്റഫ ഗുലാമിൻ ബിമക്കത ബൈന അബവൈഹി. മക്കയിൽ സമ്പന്നരായ രണ്ട് മാതാപിതാക്കളുടെ മക്കളിൽപ്പെട്ട ഒരു മകനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. വലിയ സമ്പാദ്യമുള്ളവരായിരുന്നു. അദ്ദേഹം ഒരു വഴിയിൽ കൂടെ നടന്നു പോയാൽ ആളുകൾ പറയുമായിരുന്നു, മുസ്അബ് ഇതിലെ പോയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധദ്രവ്യത്തിന്റെ പരിമളത്തിന്റെ അതിന്റെ അത്ര അടിച്ചു വീശുന്ന പരിമളം അത്ര വില കൂടിയതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. മുന്തിയ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്, നല്ല വിഭവങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, സ്വകാര്യമാക്കി വച്ചു, പരസ്യപ്പെടുത്താതെ. പക്ഷേ പിന്നീട് ആളുകൾ അദ്ദേഹം മുസ്ലിമായത് അറിഞ്ഞപ്പോൾ മാതാപിതാക്കളോട് ചെന്ന് വിവരം പറഞ്ഞു. മാതാപിതാക്കൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഈ പറയുന്ന സമ്പത്തുകൾ മുഴുവനും ഈ സൗകര്യങ്ങൾ മുഴുവനും അവർ നിർത്തൽ ചെയ്തു, ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് ശരിയായ ഭക്ഷണമില്ലാതെ, ശരിയായ പരിചരണമില്ലാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് തൊലി, പാമ്പിന്റെ ശരീരത്തിൽ നിന്ന് തൊലി അടർന്നു ചാടുന്നത് പോലെ, ചില വൃക്ഷങ്ങളിൽ നിന്ന് അതിന്റെ തൊലി അടർന്നു ചാടുന്നത് പോലെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ തൊലി അടർന്നു വീഴുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ തൊലി അടർന്നു വീഴുന്നത് കണ്ടിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് തന്നെയാണെങ്കിലും ഈ ദീനിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ആളുകളെ ഇദ്ദേഹത്തിന് ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും മാതാപിതാക്കളെ ഏൽപ്പിച്ചു. അങ്ങനെ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോകുന്നവരുടെ കൂട്ടത്തിൽ നാടുവിട്ടുപോയി. ഈ സമ്പത്തുകളും ഈ നിയമത്തുകളും മുഴുവനും മാറ്റിവെച്ച് അതൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ പിന്നെ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോയി. ഹബശയിൽ ചെന്ന സമയത്ത് അവിടുത്തെ ജീവിതം ഞങ്ങൾക്ക് വളരെ പരിതാപകരമായിരുന്നു. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബശയിൽ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ താങ്ങാൻ കഴിയാത്ത ജീവിത ദുരിതങ്ങളുണ്ടായിരുന്നു. കയ്യിൽ കാശും പണമൊന്നുമില്ല, ഏതാണെങ്കിലും ആദർശത്തിന്റെ പേരിൽ ഞങ്ങളങ്ങനെ ഹബശയിലേക്ക് ചെന്നതാണ്. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ ഞങ്ങൾ അനുഭവപ്പെട്ട ചില ദുരിതങ്ങൾ. വലഖദ് റഅയ്തുനി മറ, ഒരു ദിവസം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ്. ഖുംതു അബൂലു മിനൽ ലൈൽ, രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടി ഞാൻ എണീറ്റു. ഫസമഅതു തഹ്ത ബൗലി ഷൈഅൻ യുജാഫീഹി, ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ ഭൂമിയിൽ എന്തോ ഒരു ശബ്ദം അസാധാരണമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അനുഭവപ്പെട്ട സമയത്ത് ഫലമസ്തു ബിയദി, ഞാൻ കൈ കൊണ്ടതൊന്ന് തടവി നോക്കിയപ്പോൾ ഫഇദാ ഖിത്അത്തും മിൻ ജിൽദി ബഈരിൻ, ഒരു ഒട്ടകത്തിന്റെ ഒരു തൊലിയാണ് അവിടെ കിടക്കുന്നത്, ഒട്ടകത്തിന്റെ ഒരു തൊലി. ഫഅഖദതുഹ, ഞാനത് അവിടെ നിന്ന് എടുത്തു. ഫഗസൽതുഹ, ഞാനതിനൊന്ന് കഴുകി വൃത്തിയാക്കി. അങ്ങനെ അതൊന്ന് മയപ്പെടുത്തി. എന്നിട്ട് പിന്നെ ഞാൻ തീയ കൊണ്ടുപോയിട്ട് അതിനൊന്ന് കരിച്ചു. തുമ്മ റളൽതുഹ, പിന്നെ ഞാനത് കടിച്ചു ചവച്ചു. ഫശഖഖതു മിൻഹാ തലാശ ശഖാത്തിൻ ഫഖതവൈതു ബിഹാ തലാത, 3 കഷ്ണങ്ങളാക്കിയിട്ട് 3 ദിവസം അത് ഭക്ഷണമായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തി. ഹബശയിലേക്ക് ഹിജ്റ പോയ സമയത്ത് ഈ സഹാബിക്കുണ്ടായ അനുഭവങ്ങൾ പറയാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മുശ്രിക്കീങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്ന ആ ഒരു പറയുന്ന സംസാരം അത് സത്യമല്ലായിരുന്നു. അങ്ങനെ ഒരു വിളംബരം അവർ കേട്ടപ്പോൾ ചില ആളുകൾ മടങ്ങിപ്പോകുന്നു. ആ കൂട്ടത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഹബശയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. പിന്നീട് വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടായി.
ക്ഷമിച്ചുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം ഹിജ്റയുടെ സൂചനകളും കാര്യങ്ങളും വന്നു. ഈ യുവാക്കൾ, മദീനക്കാരായ യുവാക്കൾ, അവർ പിന്നെ ഇസ്ലാം സ്വീകരിച്ചു പോയി. അപ്പോൾ ഏതാണെങ്കിലും ഇസ്ലാമിന് അതിനൊരു വിജയവും അതിന് ഒരു പിന്നെ രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വന്നപ്പോൾ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുസ്അബ് റളിയല്ലാഹു അൻഹു പോയി. അദ്ദേഹത്തിൻ്റെ ചരിത്രം തർജ്ജമ ഇതിലേറെ കുറച്ച് വിശാലമാണ്. നമുക്കൊരു സൂചന എന്നുള്ള നിലയ്ക്ക് ഞാനത് നിങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളതുള്ളൂ. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മദീനയിൽ ചെന്ന് നസല മുസ്അബ് ഇബ്നു ഉമൈറിൻ അലാ അസ്അദ് ഇബ്നു സുറാറ, മദീനയിലുള്ള അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ഇദ്ദേഹം പോയി താമസിച്ചത്. അങ്ങനെ അഖദ യബ്സാനിൽ ഇസ്ലാം ഫി അഹ്ലി യസ്രിബ് ബിജിദ്ദിൻ വഹമാസിൻ, വളരെ ഉത്സാഹത്തോടെ വളരെ ഉന്മേഷത്തോടെ മദീനയിൽ മദീനക്കാരായ ആളുകളിൽ ദീനുൽ ഇസ്ലാമിനെ ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ചെന്നിട്ട് ഓരോ കുടുംബങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിൽ ഓരോ ഭാഗത്ത് ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് പ്രചരിപ്പിക്കാനും ദഅവത്ത് നടത്താനും തുടങ്ങി. വകാന മുസ്അബുൻ യുറഫു ബിൽ മുഖ്രി, മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ അറിയപ്പെടും മുഖ്രി എന്ന്. നമ്മുടെ നാട്ടിൽ ഈ പ്രത്യേകിച്ച് സമസ്തക്കാരൊക്കെ പള്ളിയിൽ നമ്മളൊക്കെ പഠിച്ചു വരുന്ന മുഖ്രി എന്ന് കാണും. മുഖ്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഖ്രി എന്നുള്ള ഒരു പേര്. ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്കൊക്കെയാണ് ആ പേര് പറയൽ സാധാരണ. നമ്മുടെ നാട്ടിലെ നല്ല അറബി പേരുകൾ ഏതാണെങ്കിലും അതൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആളുകൾ തന്നെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. നല്ല പേരുകളാണെങ്കിൽ നല്ല നിലക്ക് വിളിക്കൂല ആളുകൾ, നമ്മൾ തന്നെ അതിനെ നശിപ്പിക്കും, കുഫാറുകൾ അതിലേറെ നശിപ്പിക്കും. അപ്പോൾ മുഖ്രി എന്നാണ് ആ പേര്. മുഖ്രി എന്നാൽ ഓതിക്കൊടുക്കുന്ന ആൾ എന്നുള്ളത്, ആളുകൾക്ക് ഖുർആനും വാലൊക്കെ ഓതിക്കൊടുക്കുക എന്നുള്ളതാണ് മുഖ്രി എന്ന് പറഞ്ഞാൽ. ആ പറയുന്ന പേരിന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മുഖ്രി. അത് പിന്നെ പറഞ്ഞ് മുഖ്രി എന്നാക്കിയിട്ട് അത് മോശമാക്കിയതാണ്. ശരിക്കും അറബിയിൽ അക്ഷരങ്ങൾ ആ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ ഭംഗിയും ഒക്കെ ഉള്ള വാക്കുകളാണ് ഓരോന്ന്, ഇസ്ലാമിൻ്റെ ഓരോന്നും അങ്ങനെ. അല്ലാഹുൽ മുസ്തആൻ. നല്ല നല്ല പേരുകളൊക്കെ നമ്മളെ കൗമൻ അതിനൊക്കെ എന്താ വിളിച്ചിട്ടും ഇങ്ങോട്ട് മോശപ്പെടുത്തും. വമിൻ അർവഇ മാ യുർവാ ഫി മിൻ നജാഹിഹി ഫി ദഅവത്തി, മദീനയിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ നേടിയ വിജയങ്ങൾ അതിൽ വളരെ പുതുമയുള്ള ഒന്ന്, അന്ന അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ഖറജ ബിഹി യൗമൻ യുരീദു ദാറ ബനി അബ്ദുൽ അഷ്ഹൽ വ ദാറ ബനി ലഫർ. മദീനയിലുള്ള പ്രമുഖരായ രണ്ട് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾ മുഴുവനും അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ദാറു ബനി അബ്ദുൽ അഷ്ഹൽ, ദാറു ബനി ലഫർ എന്ന് പറയുന്ന ആ കുടുംബങ്ങൾ അവിടുത്തെ ദഅവത്തിന് ഇദ്ദേഹത്തിന് കൂട്ടിപ്പോവുകയാണ്. അങ്ങനെ ഫദഖല ഫി ഹാഇത്തിൻ മിൻ ഹവാഇത്തി ബനി ലഫർ, ബനി ലഫർ എന്ന ആ കുടുംബങ്ങൾ അവർ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന അവരുടെ ആ ഹയ്യ്, അവരുടെ എന്താ പറയുക, ഹയ്യ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ, ആ പ്രദേശത്ത് ആ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന അവിടെ ആ പ്രദേശത്ത് ഇവർ കടന്നു ചെന്നു. വജലസ അല ബിഇറിൻ യുഖാലു ലഹ ബിഇറു മറഖ്, ബിഇറു മറഖ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ കിണർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന് വേണ്ടി അവർ വരുമ്പോൾ ആ വരുന്ന സമയത്ത് അവിടെ ആളുകൾക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി വെക്കലുണ്ട്. അങ്ങനത്തെ ആ കിണറിൻ്റെ പരിസരത്ത് ഇവിടെ ചെന്നിരുന്നു. അപ്പോൾ വജ്തമ ഇലൈഹിമാ റിജാലും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ മുമ്പ് മുസ്ലിമീങ്ങളായി പോയി അവരും തന്നെ സ്വഭാവമായിട്ട് ദായി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് കൂടുമല്ലോ. വസഅദ് ബിൻ മുആദിൻ വ ഉസൈദ് ബിൻ ഹുളൈറിൻ സയ്യിദ ഖൗമിഹിമാ മിൻ ബനി അബ്ദുൽ അഷ്ഹൽ യൗമൈദിൻ അല ഷിർക്ക്. ആ കുടുംബം ബനു അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ തലവന്മാരായ സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുളൈർ, ഇവർ അന്ന് മുശ്രിക്കീങ്ങളാണ്. ആ ഗോത്ര മുഖ്യന്മാരാണ് അവർ രണ്ടുപേരും, സഅദ് ബിൻ മുആദ് അതേപോലെ തന്നെ ഉസൈദ് ബിൻ ഹുളൈർ എന്ന് പറയുന്നവർ. അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ തലവന്മാരാണ്, അവരന്ന് മുശ്രിക്കീങ്ങളാണ്. ഫലമ്മാ സമിഅ ബിദാലിക്, അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ സംഭവം ഇവർ വന്നു എന്നറിഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഉസൈദിനോട് പറഞ്ഞു, അഥവാ ഗോത്രമുഖ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഇവർ രണ്ടുപേരും മുസ്അബ് ബിൻ ഉമൈറും അതേപോലെ തന്നെ അസ്അദ് ബിനു പിന്നെ ആരാണ് അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു ഇവർ വന്നു എന്നുള്ള വിവരം ഈ ഗോത്രമുഖ്യന്മാർ അറിഞ്ഞപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ മറ്റാളോട് പറയാണ്, സഅദ് ബിൻ മുആദ് പറയാണ് ഉസൈദ് ബിൻ ഹുളൈറിനോട്, ഇദ്ഹബ് ഇലാ ഹാദൈനി ലദൈനി ഖദ് അതയ, ആ വന്ന അവരടുത്തേക്ക് പോയിട്ട് അവർ വന്നിക്കുന്നത് ഇപ്പോൾ ലിയുസഫിഹ വഅഫാഅന, നമ്മുടെ ഇവിടെയുള്ള ബലഹീനരായ സ്ത്രീകൾ കുട്ടികളൊക്കെ വെഡ്ഡികളാക്കാൻ വേണ്ടി എന്തെങ്കിലും വൃത്തികേട് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത്, ഇക്കാര്യം തെറ്റായ ദഅവത്തിന് വന്നതാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഫസ്ജുർഹുമ, അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അവരോട് പറയണം, നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് മേലാൽ ഇനി അവർ വരും ചെയ്യരുത്, ഇങ്ങോട്ട് വരരുതേ, ഇവിടെ ഈ ദഅവത്ത് നടത്തരുതേ എന്ന്. ഫഇന്ന അസ്അദ് ബിൻ സുറാറ ഇബ്നു ഖാലത്തി, മുസ്അബിൻ്റെ കൂടെയുള്ള അസ്അദ് എൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് അത് കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ കുടുംബപരമായ ബന്ധമുണ്ട്, അത് നീ പോയിട്ട് പറഞ്ഞാൽ മതി, ഞാനത് പറയണില്ല എന്ന് പറഞ്ഞു.
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉസൈദ് ബിൻ ഹുളൈറിനോട് ഈ വാക്ക് പറഞ്ഞ സമയത്ത് ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു ഫഅഖദ ഉസൈദുൻ ഹർബതഹു വഅഖ്ബല ഇലൈഹിമ, യുദ്ധത്തിൽ അവർ ഉപയോഗിക്കുന്ന, അവർ സാധാരണ നടക്കുമ്പോൾ കയ്യിലുണ്ടാകുന്ന ആയുധങ്ങളാണ്, സാധാ നടക്കുന്ന സമയത്ത് കയ്യിൽ വെക്കുന്നതാണ്. ആ ആയുധമെടുത്ത് ഉസൈദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് പോയി. അവരെ കണ്ട സമയത്ത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു മുസ്അബിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹാദാ സയ്യിദ് ഖൗമിഹി, ഈ പറയുന്ന അബ്ദുൽ അഷ്അലി എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ തലവനാണ് ഈ വരുന്നത്. അതുകൊണ്ട് ഫസ്ദുഖില്ലാഹ ഫീഹി, അള്ളാഹുവിനോട് നിങ്ങൾ സത്യസന്ധത പുലർത്തണം ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഗ്രാമമുഖ്യനായ ആൾ വരുന്ന സമയത്ത് അയാൾ പേടിച്ചിട്ട് എന്തെങ്കിലും കളവ് പറയാനൊന്നും പോകരുത്, അദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ട് സത്യം പറയാതെ നിൽക്കരുത്, അദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഭയപ്പെടരുത്. നിങ്ങൾ വന്ന അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, നിങ്ങൾ നിർവഹിക്കുന്ന ഈ ദഅവത്ത്, ഇതിൽ സാദിഖായ സത്യസന്ധത പുലർത്തിക്കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ തയ്യാറാവണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ യജ്ലിസ് ഉകല്ലിമു, അയാൾ നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കാര്യം ഞാൻ അവിടെ സംസാരിച്ചോളാം, ആരും പേടിക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇവരെ ധാരാളം ചീത്ത വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കുടുംബത്തിലെ ഈ നാട്ടിൽ വന്നിട്ടുള്ളത് ഇവിടെയുള്ള ബലഹീനരായ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പേപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇത്രയും കാലം മനസ്സിലാക്കിയ ആദർശങ്ങൾ ഞങ്ങളെ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഭീഷണി നേരിടാൻ തയ്യാറല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഔ തജ്ലിസ് ഫതസ്മ, നിങ്ങളൊന്ന് ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ പറയുന്നത് എന്താവെന്ന് കേൾക്കുകയാണെങ്കിൽ, ഒരു മാന്യത അതല്ലേ. ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളോട് കണ്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് പുറത്താക്കുന്നതിന് പകരം നിങ്ങളൊന്ന് ഇരിക്കി, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്ന് പറഞ്ഞ സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഇരിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ നമുക്ക്. അപ്പോ ഈ പറയുന്ന ഇത് കേട്ട സമയത്ത് ഫഇൻ റളീത് അംറൻ ഖബിൽതഹു, ഇരുന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എന്തിനാണെങ്കിൽ സ്വീകരിക്കാലോ. ഇനി വഇൻ കരിഹ്തഹു കുഫ അൻക മാ തക്റഹ്, നിങ്ങൾക്ക് പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്, ഞങ്ങൾ പോണെങ്കിൽ പോവും ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു മാന്യതയുള്ള അൻസഫ്ത, നിങ്ങൾ നീതി കാണിച്ചു, മാന്യതയാണ്, അത് ശരിയാണ് എന്ന് പറഞ്ഞു. സുമ്മ റക്കസ ഹർബത്തഹു ജലസ്, ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ആയുധം അവിടെ തറച്ച്, ഭൂമിയിൽ തറച്ച് അവിടെ ഇരുന്നു. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. ഖാല ഫവല്ലാഹി, അപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ഹുളൈർ പറയാണ്, ഫവല്ലാഹി ലഅറഫ്നാ ഫീ വജ്ഹിഹിൽ ഇസ്ലാം ഖബല അൻ യതകല്ലം. ഈ പറയുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദഅവത്തും ഖുർആൻ പാരായണവും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടപ്പോൾ, അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് ഇസ്ലാം പ്രകടമായി, അദ്ദേഹത്തിന് ഇത് പറ്റിയിട്ടുണ്ട്, അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാണ്. ഫി ഇഷ്റാഖിഹി വ തഹല്ലുലിഹി, അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമായി വന്നു, അത് കത്തിപ്രകാശിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് പറ്റുന്ന സംസാരങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. തുമ്മ ഖാല മാ അഹ്സന ഹാദാ വ അജ്മൽ, ഇത് വളരെ നല്ല അഭിപ്രായമാണ്, തൗഹീദാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, നന്മയും സുദുക്കും ഇബാദത്തും പോലത്തെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. കൈഫ തസ്നഊൻ ഇൻ അറത്തും അൻ തദ്ഖുലൂ ഫീ ഹാദദ്ദീൻ, ഈ ദീനിൽ പ്രവേശിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പം ഒന്ന് കുളിക്കണം, വസ്ത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, എന്നിട്ട് ഷഹാദത്ത് പറയണം എന്ന് പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ മുസ്ലിമാകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും കുളിക്കണം, ശുദ്ധിയാക്കണം എന്നൊന്നുമില്ല. ഷഹാദത്ത് നമ്മോട് എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക, മുസ്ലിം ആയതിൻ്റെ ശേഷം പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ദീനൊന്നല്ല, ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പറഞ്ഞ കാര്യങ്ങളാണ്, അവിടെ ഉണ്ടായതാണ്. ഇതിൻ്റെ ആകത്തുകയെ നമുക്ക് ദീന മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഇതൊരു ദീനാണ്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇന്ന് കുളിക്കാൻ പറഞ്ഞേക്കണം, പിന്നെ വസ്ത്രം മാറ്റി അതയൺ ചെയ്യണം, ഇതൊന്നും അതിലില്ല. ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പരമാവധി എത്രയും പെട്ടെന്ന് ഷഹാദത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നതുണ്ടോ അത് പറഞ്ഞു കൊടുക്കുക. ആ മനുഷ്യനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ വ്യക്തി അവനാണത് മുന്നോട്ട് പോകേണ്ടതും, അത് ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് സുരക്ഷിതമായി പഠിച്ച് മനസ്സിലാക്കി പോകണം. ഏറ്റവും ആദ്യം അതാണ്. വേറെ കാര്യങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അദ്ദേഹം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന വറ ഈ റജുലൻ, ഞാനല്ല, ഇന്നീലാറെ ഈ ഗ്രാമത്തിന്റെ മുഖ്യനും തലവനുമായിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ടുള്ളത്. അവിടെ വേറൊരാളുണ്ട്,
ഇൻതബിഅകുമാ, അദ്ദേഹം നിങ്ങളെ ഈ ആദർശം സ്വീകരിച്ച് നിങ്ങളോട് പിൻപറ്റാൻ തയ്യാറായാൽ ലം യതഖല്ലഫു അൻഹു അഹദും മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനങ്ങൾ ആരും പിന്നെ പിന്നോട്ട് നിൽക്കൂല, അദ്ദേഹം പറഞ്ഞതുപോലെ കേൾക്കാൻ തയ്യാറാകും. ഗ്രാമമുഖ്യൻ നീലാര പ്രാധാന്യമുള്ള അദ്ദേഹമാണ് എന്ന് പറഞ്ഞു. വസ ഉർഷിദുഹു ഇലൈക്കുമല്ല, ഞാൻ അദ്ദേഹത്തിന് ഏതായാലും നിങ്ങളിലേക്ക് പറഞ്ഞു വിട്ടോളാം, കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. സഅദ് ബിൻ മുആദിനെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആയുധമൊക്കെ എടുത്ത് സഅദ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി. അവരിയ്ക്കുകയാണ്. അവരുടെ നാദി എന്ന് പറഞ്ഞ അവരുടെ ക്ലബ്ബ്, അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സ്ഥലം. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അഹ്ലിഫ് ബില്ലാഹി ലഖദ് ജാഅക്കും ബിഗൈൽ വജ്ഹിൽ ദഹബ ബിഹി മിൻകും, നിങ്ങളിന്ന് പോയ മുഖേറ്റല്ല അസഅദ് തിരിച്ചു വരുന്നത് എനിക്കൊരു തോന്നലുണ്ട്, എന്തോ മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ ക്ലബ്ബിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, സഅദ് എന്ത് ചെയ്തു, എന്താണ് അവർ പറഞ്ഞത്? അപ്പം അദ്ദേഹം എനിക്കെല്ലാം തുറജുലൈനി, ഞാൻ അവരോട് സംസാരിച്ചു. ഫവല്ലാഹി മാ റഅയ്തു ബിഹിമാ ബഅസ, തെറ്റൊന്നും എനിക്ക് അവരെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യാ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അദ്ദേഹം ചെറിയൊരു ഹീലത്തൊരു കൗശലം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, ബനു ഹാരിസ അസ്അദ് ബിൻ സുറാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സഅദ് ബിൻ മുആദിന്റെ മാതാവിന്റെ സഹോദരിയുടെ മകനാണ്. കുടുംബപരമായിട്ട് അവർ ബന്ധമുള്ളതാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബനു ഹാരിസ എന്ന ഗോത്രത്തിനോടൊരു വെറുപ്പ്, എന്താണ് അവിടെ സംഭവം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു. അതല്ലാതെ ഇവരുടെ ദീന് കേൾക്കാനല്ല, ഒരു കുടുംബപരമായ ഒരു പ്രശ്നം. അദ്ദേഹം അത് ഒരു ഹിക്മത്ത് ഉപയോഗിച്ചതാണ് അവിടെ ശരിക്കും. അങ്ങനെ അവരടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ വിഷയങ്ങൾ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങളോടൊന്ന് പോകാൻ വേണ്ടി. അപ്പം മറ്റുള്ളവർ പറഞ്ഞ സമയത്ത് അസ്അദ് റളിയല്ലാഹു അൻഹു മുസ്അബിനോട് പറഞ്ഞു, ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രമുഖനാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം ഈ ദീന് സ്വീകരിച്ചാൽ ആ കുടുംബങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ മുസ്അദ് റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇരിക്കി, എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാലോ, മാന്യമായ നിലക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്താണെങ്കിൽ ഒഴിവാക്കുക, ഞങ്ങളോട് പോകാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുക, കേൾക്കുക, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇത് നീതിയോടുള്ള സംസാരമാണല്ലോ. അങ്ങനെ അദ്ദേഹം ഇരുന്നു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു, ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിനും തന്നെ അസ്അദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുണ്ടായിരുന്നത് പോലത്തെ അനുഭവം, ഇത് സ്വീകരിക്കാനുള്ള താല്പര്യവും ഒരു പ്രകാശം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹം വളരെ ബഹുമാനാദരവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ അർശ് കിടിലം കൊണ്ടു എന്നുള്ളത്, അള്ളാഹുവിന്റെ അർശ് കിടിലം കൊണ്ടു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്തയുടെ പേരിൽ. ഇത്ര വലിയ ബഹുമാനം ആദരവുള്ള ആളുകളായിരുന്നു. അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ദഅവത്തിൻ്റെ ചെറിയൊരു സൂചന കിട്ടിയാൽ അവരത് സ്വീകരിക്കും, ആകർഷിക്കും. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ ഖൈർ കണക്കാക്കാത്തവർ അവരുടെ ദുഷ്ടത കൊണ്ടും അവരുടെ ധിക്കാരം കൊണ്ടും, മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി പല പ്രാവശ്യം ദഅവത്ത് നടത്തിയത് ഫിർഔനോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദഅവത്ത് നടത്തിയ അബൂ താലിബിനോ അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഹിദായത്ത് അള്ളാഹുവിന്റെ കഴിയിലാണ്. ഹിദായത്ത് അള്ളാഹുവിന്റെ കഴിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനും ഹിദായത്തും അവന്റെ ദീനിനെ കുറിച്ചുള്ള അറിവും പാണ്ഡിത്യവും നൽകി നമ്മൾ ആദരിക്കാൻ, നമ്മളാൽ കഴിയുന്ന നന്മയിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളത്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടും സത്യം അന്വേഷിക്കാൻ തയ്യാറായിക്കൊണ്ടും അത് കേൾക്കുകയും കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായി സ്വീകരിക്കാനുള്ള വിനയവും താഴ്മയും കാണിച്ചുകൊണ്ടും നാം അതിനുള്ള അർഹത പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈർ അങ്ങനത്തെ ആളുകളിൽ നിന്ന് തടയുകയില്ല. അവർക്കതിന് ചെറിയ സൂചനകൾ കിട്ടിയാൽ തന്നെ സ്വീകരിക്കാനുള്ള തൗഫീഖും അതിൽ മുന്നോട്ട് പോകാനുള്ള സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് കലിമ പറഞ്ഞു. മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരൻ ചെയ്തതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ അവരിയ്ക്കുന്ന അവരുടെ ആ സദസ്സിലേക്ക് അദ്ദേഹം പോയിട്ട് അവരും തന്നെ പറഞ്ഞു, അങ്ങോട്ട് പോയ ആ ഒരു മുഖത്തിൽ അവരോടുള്ള വെറുപ്പോട് കൂടെയല്ല തിരിച്ചു വരുന്നത് എന്നൊക്കെ അവരും പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബനി അബ്ദുൽ അഷ്ഹൽ, ആ കുടുംബത്തിന്റെ ഗോത്രത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്ഥാനം നിങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളിൽ ഏറ്റവും നേതാവാണ്, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും മാന്യതയും കുറ്റമറ്റതുമായിരിക്കും, നല്ല അഭിപ്രായമാണ്, നല്ല നിലപാടുകളാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഇന്ന കലാമ റിജാലിക്കും വനിസാഇക്കും അലയ്യ ഹറാമുൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലും വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങളിൽപ്പെട്ടൊരു പുരുഷന്മാരും സ്ത്രീകൾ എന്നോട് സംസാരിക്കാൻ വരണ്ട, മുണ്ടാനും വരണ്ട. എന്നോട് സംസാരിക്കാനും
എന്നോട് മിണ്ടാൻ നിങ്ങൾ വരണ്ട, അള്ളാഹുവിൽ റസൂൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകും. മാന്യനായ നേതാവ്, നല്ല തലവൻ, നല്ല ഉത്തമനായ ഭരണാധികാരി, ആ സമൂഹത്തിന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് ബിൽഖീസ് എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്തതുപോലെ ആ കുടുംബത്തിന് ഹിദായത്തിനും ഈ ദീന് സ്വീകരിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതിന് അവർക്ക് നിർദ്ദേശം നൽകാനും പറ്റുന്ന മാന്യനായ ആ നേതാവായി അദ്ദേഹം ഫമാ അംസാ ഫീഹിം റജുലുൻ വലംറാത്തുൻ ഇല്ലാ മുസ്ലിമൻ വ മുസ്ലിമ, ആ കുടുംബം മുഴുവനും അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. ഇല്ലാ റജുലുൻ വാഹിദുൻ, ഒരാള് ഉസൈരിം എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിന് സ്വീകരിച്ചില്ല എന്നുള്ളത്. അദ്ദേഹം അതിന് സ്വീകരിച്ചില്ല. അദ്ദേഹം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും. എന്തെന്നെയാണെങ്കിലും അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിക്കാതെ പിന്നോട്ട് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നു, ബദർ കഴിഞ്ഞു, പിന്നെ ഉഹദ് യുദ്ധം വന്ന സമയത്ത് അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കുന്നത്. തഅഖറ ഇസ്ലാമുഹു ഇലാ യൗമി ഉഹദിൻ, ഉഹദ് യുദ്ധത്തിന്റെ ആ ദിവസം വരെ അദ്ദേഹം മുസ്ലിം ആകാതെ നിന്നു. അന്നത്തെ ദിവസത്തിൽ ആളുകളൊക്കെ മുശ്രിക്കീനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെയും കാണുകയാണ്. അപ്പം മറ്റുള്ളവർക്ക് പുതുമയായി മുശ്രിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായിട്ട് യുദ്ധത്തിന് വന്നത് തന്നെയാണ്. അതുവരെ ആൾ ഇസ്ലാമിലേക്ക് വന്നില്ല, ഒരു വക്ത് നിസ്കരിച്ചില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ ആ ദിവസത്തിൽ അങ്ങനെ ഫഅസ്ലമ ദാലിക്കൽ യൗം വഖാതല വഖുതിൽ, അന്ന് മുസ്ലിമായി അദ്ദേഹം മുശ്രിക്കിനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിനെ കൊല്ലപ്പെട്ടു. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഷഹാദത്ത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, അമില ഖലീലൻ വ ഉജ്റ കസീറാ, വളരെ കുറഞ്ഞ അമല് ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷെ വമ്പിച്ച പ്രതിഫലത്തിന് അദ്ദേഹം അർഹനായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് അതിന് തൗഫീഖ്, അത് കണക്കാക്കിയ സമയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ഏതാണെങ്കിലും അഖാമ മുസ്അബുൻ ഫീ ബൈത്തി അസ്അദ് ഇബ്നു സുറാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. യദ്ഉന്നാസ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആളുകൾക്ക് ദഅവത്ത് നടത്തിക്കൊണ്ട് ഹത്താ ലം തബ്ഖ ദാറുൻ മിൻ ദുവലിൽ അൻസാരി ഇല്ലാ വഫീഹാ റിജാലുൻ വനിസാഉൻ മുസ്ലിമൂൻ, മദീനക്കാരുടെ ഏതൊരു വീട്ടിലും ഒന്നോ രണ്ടോ ആള് സ്ത്രീകളും പുരുഷന്മാരായിട്ട് മുസ്ലിമീങ്ങൾ ഉള്ളൊരവസ്ഥ വന്നു. ഇല്ലാ മാ കാന മിൻ ദാരി ബനി ഉമയ്യത്ത് ബിൻ സൈദിൻ വ ഖതമത്ത വായി, 2-3 കുടുംബങ്ങൾ, അവരിൽ ഒരു കവിയുണ്ടായിരുന്നു എന്ന, ഇസ്ലാമിനെയും റസൂലിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു കവിയുണ്ടായ ചില ദുഷ്ടന്മാരങ്ങനെ ഉണ്ടാകും. ആ മനുഷ്യനനുസരിച്ചു കൊണ്ടാണ് അങ്ങനെ പിന്നെ ഖന്തഖ് യുദ്ധത്തിന്റെ ആ ദിവസം വരുന്നത് വരെ അവരും ഇസ്ലാമിലേക്ക് അന്നാണ് വന്നത്. വഖബല ഹുലൂലി മൗസിമിൽ ഹജ്ജ് താനി, അഥവാ ഹിജ്റ 13ാമത്തെ വർഷത്തിന്റെ ആ ഹജ്ജിനോട് അടുത്ത സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് മടങ്ങിപ്പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സന്തോഷ വാർത്തകൾ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. മദീനയിലുള്ള യസ്രിബിലുള്ള ഓരോരോ ഗോത്രങ്ങളും അവരുടെ നന്മകളും അവർ ഇസ്ലാം സ്വീകരിച്ചതും ഇസ്ലാമിൻ്റെ അഭിവൃദ്ധിയും അതിൻ്റെ പുരോഗതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം വന്ന് പറഞ്ഞു കൊടുത്തു. വമാ ഫിഹാ മിൻ മവാഹിബിൽ ഖൈരി വമാ ലഹാ മിൻ ഖുവ്വത്തിൻ വമൻ, ഇസ്ലാമിന് പ്രതിരോധമായിട്ട്, ഇസ്ലാമിന് സംരക്ഷകരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കയ്യും മെയ്യും മറന്നുകൊണ്ട് അവർ ജീവിക്കാനും പ്രതിരോധിക്കാനും സഹായിക്കാനും തയ്യാറാണെന്നുള്ള സന്തോഷ വാർത്തയുമായി കൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ഹജ്ജിൻ്റെ ആ വർഷത്തിൽ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിനടുത്ത വർഷത്തിലാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ അവർ മക്കയിലേക്ക് ഹജ്ജിന് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്നുകൊണ്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാനും കേൾക്കാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലത്തെ ദീനിനു വേണ്ടി ആവേശത്തോടുകൂടെ അതിനുവേണ്ടി ചെയ്ത സേവനങ്ങളും അവരുടെ സേവനങ്ങളും കാര്യങ്ങളും നമുക്കും പ്രചോദനമാവുകയും ചെയ്യുമാറാവട്ടെ. أقول هذا وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات سبحان ربك رب العزة عما يصفون. يا الله.